ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പപ്പടം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അത് നമുക്ക് എണ്ണയിലിട്ട് ഇതുപോലെ വറുത്തെടുക്കാവുന്നതാണ്. 2 ട്രിപ്പായിട്ട് നമ്മളിതിവിടെ വറുത്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ എണ്ണയിൽ തന്നെ ഒരല്പം കടുകിടുക. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയത്, പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി എടുത്തതിന് ശേഷം 3 സവാള ഇതുപോലെ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക് കീറിയത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുക. അതായത് ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴങ്ങി കിട്ടണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാനായിട്ട് മറക്കല്ലേ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അത് നമുക്ക് നന്നായിട്ട് വഴങ്ങി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴങ്ങി ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇത് ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇനി നമുക്ക് ഓൾറെഡി നമ്മളിവിടെ ഒരു 6 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ 2ആയിട്ട് അരിഞ്ഞ് അതിലെ മഞ്ഞ എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഈ വൈറ്റ് പാർട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വേവാനായിട്ട് വെച്ച കറിയിൽ ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു വേവാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഈ മാറ്റി വെച്ച മഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിങ്ങനെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അല്പം മല്ലിയില കൂടെ, അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുമ്പോൾ കറിയുടെ സ്വാദ് അത് കൂട്ടുകയേ ഉള്ളൂ. ഇനി നമുക്ക് ആ വെള്ള ഭാഗം, നമ്മൾ മുട്ടയുടെ കട്ട് ചെയ്ത് വെച്ച് വെള്ള ഭാഗം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ തുടക്കത്തിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തപ്പോഴത്തേക്ക് അതൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊരു അല്പം ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രം, കൂടാതെ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കറി റെഡിയായി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പറായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.